Assalamu alaikum. Hi my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. Today, as usual, we can start the class with dua for knowledge. Rabbi yassir, wa la tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay, alhamdulillah, we have finished lesson 7, lecture, notes, vocabulary junction, phonics junction, and today we need to start grammar junction. What is it? Grammar junction. Okay, so grammar junction. In today's grammar junction, what we are going to learn? Let's see. Read the sentence from the story, please. All of you, please take your textbook and open page number 72. The king said sadly, "You do not understand. These pests are in thousands. We have tried everything." Okay, അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലുള്ള ഒന്ന് രണ്ട് സെൻറ്റൻസ് അവർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നിരിക്കുകയാണ്. ആ തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് രണ്ട് വേർഡ്സ് അവരെന്നാ ചെയ്തു? ബോൾഡായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഹാവ് ടയേർഡ്. We have tried. We have tried everything. The words in bold have the form have plus past participle form of the verb. This is called the present perfect simple form. Okay. അപ്പോ ആ തന്നിരിക്കുന്ന സെന്റൻസിലുള്ള വാക്ക് ഏത് ഫോമിലാണ്? ഹാവ് പ്ലസ് അതായത് ഹാവ് എന്നുള്ള വാക്കും അതിൻ്റെ കൂടെ പിന്നെയോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. എന്തിൻ്റെയാ? ഓഫ് ദ വേർബ്. ഓക്കെ, അതായത് ട്രൈ എന്ന വേർബ്. ഓക്കെ, ട്രൈ എന്ന വേർബ് അല്ലെങ്കിൽ ട്രൈ എന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ ട്രൈഡ്. ആ ട്രൈഡ് എന്തിൻ്റെ കൂടെ ഉപയോഗിച്ചു? ഹാവിൻ്റെ കൂടെ ഉപയോഗിച്ചു. അതാണ് ആ സെൻറ്റൻസിലെ പ്രത്യേകത. സോ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ സെൻറ്റൻസ്? ദാറ്റ് ഇൻ ദാറ്റ് സെൻറ്റൻസ് ദേ ഹാവ് യൂസ്ഡ് ടിപ്പിക്കൽ ഫോം. ഒരു ടിപ്പിക്കൽ ഫോമാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തെന്നാണ്? ഹാവ്. അവരവിടെ ഹാവ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ്. ഓക്കെ, ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ്. അവിടെ ആ സെന്റൻസിൽ അവരൊരു ഹാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹാവ് മസ്റ്റഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയോ അതിനോടൊപ്പം പിന്നെ എന്തും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്? ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. വേർബ് ഏതായിരുന്നു? ട്രൈ എന്ന വേർബ് ആയിരുന്നു. വാട്ട് വാസ് ദ വേർബ് ദേർ? ട്രൈ എന്ന വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ട്രൈഡ്. വാട്ട്സ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ട്രൈഡ് ഓഫ് കോഴ്സ്. അപ്പോൾ ആ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഹാവ് എന്ന വാക്കിനോടൊപ്പം ഉപയോഗിച്ചു എന്നൊരു പ്രത്യേകതയാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഹാവിന്റെ കൂടെ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഒരു പ്രത്യേക ടെൻസിലുള്ളത്. അത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ ആ ടെൻസ് ആണ്, അല്ലെങ്കിൽ ആ ഫോം ആണ് എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ദ പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ ഫോം. അതർ ഫോംസ് ആർ ഹാസ് പ്ലസ് പാർട്ടിസിപ്പിൾ. അപ്പോൾ നോക്കാം, ഇനി വേറെയുണ്ട് ഫോംസ്. അത് ഏതൊക്കെയാണ് നോക്കാം. ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് ഹാവ് അല്ലേ? ദിസ് ഇസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ദെൻ വാട്ട്? ഹാവ് പ്ലസ് നോട്ട്. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്ക് മാത്രമായിരിക്കില്ലല്ലോ വരിക. ഹാവ് പ്ലസ് നോട്ട് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. Then has plus not plus past participle. Okay. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ എന്തെന്നാ? പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ ഫോം ആണ് പഠിക്കുന്നത്. അതിൽ എത്രയുണ്ട്? 1 2 3 4 ഫോംസ് ഉണ്ട്. ഓക്കെ, 4 ഫോംസ് ആർ ദേർ. ആ 4 ഫോംസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതെന്തെന്നാണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഹാവിൻ്റെ കൂടെ ഫസ്റ്റ് എന്തെന്നാണ്? ഹാവിൻ്റെ കൂടെ എന്ത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലേ? അതായത് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെന്നാണ്? ഹാവിൻ്റെ കൂടെ നോട്ട്. നമുക്ക് എപ്പോഴും പോസിറ്റീവ് വേർഡ്സ് ആയിരിക്കില്ല. we have to deal with both the positive and negative words. അപ്പോൾ when we use positive words we
need to use have plus past participle form of the verb, and when we want to deal with the negative words we need to use have plus not plus past participle form of the verb. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ we need to use നമുക്ക് have plus പിന്നെ ആ വേർബിൻ്റെ അതായത് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കാം. പിന്നെയോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഹാവ് പ്ലസ് നോട്ട് അല്ലേ, ഹാവിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കും, നോട്ട് ഉപയോഗിക്കും. നോട്ട് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഇനിയോ ഹാവ് മാത്രമല്ല വരിക, പിന്നെയോ ഹാസും വരും അല്ലേ. ഐ പറയുമ്പോൾ ഐ വരുന്ന സന്ദർഭങ്ങളിൽ ഹാവ് പറയും അല്ലേ. അവിടെ ഐ യു വി ദേ അല്ലേ, ഐ യു വി ദേ. അത് ഐ തിങ്ക് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, ഐ മീൻ ഇൻ ദ പ്രീവിയസ് ഇയർ, last year I have taught you the same thing, that I, you, we, they. Have you remember that? Do you remember that? Yeah, I hope you people remember that. Like in the previous year I have taught you in the English grammar that I, you, we, they. You have to learn the things in that tone. Yeah, I, you, we, they. See, these four things have the same rule, so that when I comes we use have, we have, you have, they have. ഓക്കെ, അപ്പോൾ ഐ യു വി ദേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹാവ് വരും. അങ്ങനെയാണെങ്കിൽ ഹീയും ഷീയും ഒക്കെ ഉപയോഗിക്കില്ലേ, അപ്പോൾ എന്തെന്നാ വരിക, ഹാസ്. വെൻ വി യൂസ് ഹീ ഷീ ഇറ്റ് വി ഹാവ് ടു യൂസ് ഹാസ്. ഹീയും ഷീയും ഇട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്താ വരിക, ഹാസ്. ഓക്കെ, അപ്പോൾ ഹാവ് നമ്മൾ യൂസ് ചെയ്യും, ഹാസ് യൂസ് ചെയ്യും. അപ്പോൾ ഹാവ് യൂസ് ചെയ്യുന്ന സമയത്ത് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതുപോലെ തന്നെ ഹാവിൻ്റെ നെഗറ്റീവ് വരുമ്പോൾ ഹാവ് പ്ലസ് നോട്ട് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് has also, has plus past participle form, again has plus not plus past participle form. Did you understand? Hope you people understood this topic. Then what we use this form to talk about. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ് കുറേ നേരമായിട്ട് എന്താണ് ആ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിപ്പിക്കുന്ന സമയത്ത് ഇത് ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ഹാവും ഐ ഹാവ് യു ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയില്ല അല്ലേ. ലെറ്റ് മീ സീ ദാറ്റ്. ശ്രദ്ധിച്ചിരിക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. എന്തെന്നാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിനകത്ത് എന്ത് വരും, ഹാസ് വരും, അതുപോലെ തന്നെ ഹാവ് വരും അല്ലേ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് അല്ലേ. എന്തെന്നാ പഠിപ്പിക്കുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ്. പി നിട്ട പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഹാസും ഹാവും വരും, അതിൽ തന്നെ നോട്ടും വരും. ഹാസ് പ്ലസ് നോട്ട് വരും, ഹാവ് പ്ലസ് നോട്ടും വരും. ഓക്കെ, ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, have has plus not plus past participle, have plus past participle, have plus not plus past participle. ഇത് ഇത്രയും വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞു. ഓക്കെ, ഇനി എന്തെന്നാണ്, ഇനി ഏത് സിറ്റുവേഷൻ, ഓക്കെ, ഇനി ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ സംഗതികൾ യൂസ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. Let us see that. We use this form to talk about completed actions with the words just, yet and already. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ, കംപ്ലീറ്റഡ് ആക്ഷൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. പിന്നെയോ വിത്ത് ദ വേർഡ്സ് ജസ്റ്റ്, യെറ്റ് ആൻഡ് ഓൾറെഡി. അപ്പോൾ കംപ്ലീറ്റഡ് ആക്ഷൻസ്, വെൻ വി വോണ്ട് ടു ടോക്ക് അബൌട്ട് ദ കംപ്ലീറ്റഡ് ആക്ഷൻസ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ, അപ്പോൾ അതും എങ്ങനെ കംപ്ലീറ്റ് ചെയ്തതാ, ജസ്റ്റ് കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ യെറ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് ആയി. നമ്മൾ പറയാം, ഞാനിപ്പോൾ എൻ്റെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ വാട്ട് വി യൂസ് ദിസ് വൺ, വി ഹാവ് ഓൾറെഡി ഡൺ ദ വർക്ക്. വി ഹാവ് ഓൾറെഡി ഡൺ ദ വർക്ക്. ഓക്കെ, then what, haven't you finished it yet? Okay, so have already done, then what, haven't finished yet. Okay, so see these two examples. We have already done the work. Okay, we have already done the work. Completed actions, just yet, already. അപ്പോൾ ഈ മൂന്ന് സംഗതികൾ ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിലോ ഒക്കെ നമ്മൾ എന്തെന്നാണ് ചോദിക്കുക, ഹാവ് വെച്ചിട്ട് യൂസ് ചെയ്യും അല്ലേ.
പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. വി ഹാവ് ഓൾറെഡി ഡൺ ദ വർക്ക്, അവിടെ ഹാവ് ഉപയോഗിച്ചു അല്ലേ. പിന്നെയോ എന്തുപയോഗിച്ചു? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഡു എന്ന വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ ഡൺ എന്നുള്ളത് ഉപയോഗിച്ചു. വി ഹാവ് ഓൾറെഡി എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചു ഇല്ലേ. അപ്പോൾ വി ഹാവ് ഓൾറെഡി ഡൺ ദ വർക്ക്, ഞങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ, ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്. ഹാവിൻറ്റ് അവിടെ ഹാവ് യൂസ് ചെയ്തു പ്ലസ് നോട്ട്. പറഞ്ഞില്ലേ പോസിറ്റീവ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വിൽ കം. ഹാവ് പ്ലസ് നോട്ട് ആണ് ഇവിടെ ഹാവിൻറ്റ് വന്നത്. ഹാവ് പ്ലസ് നോട്ട് ഉപയോഗിച്ചു. പിന്നെയോ ഫിനിഷ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചു. പിന്നെയോ യെറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. ഓക്കെ, സോ ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്, ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്. ഓക്കെ, ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്. So here both positive and negative words we have. We have already done the work and haven't you finished it yet. അപ്പൊ നീ ഇതുവരെ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞില്ലേ ഹാവിൻറ്റ്. അപ്പൊ നിങ്ങൾക്ക് ആരോടും ചോദിക്കണം, നീ ഇതുവരെ അത് ചെയ്ത് കഴിഞ്ഞില്ലേ. അപ്പൊ എന്താ ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്, ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് ഇറ്റ് യെറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ ചോദിക്കാന്ന് അറിയാലോ. അതുപോലെ വി ഹാവ് ഓൾറെഡി ഡൺ ദ വർക്ക്, ഇവിടെ വിയും ഐയും വരും അല്ലേ. ഐ ഹാവ് ഓൾറെഡി ഡൺ ദ വർക്ക് മാം. അപ്പൊ മിസ് ചോദിക്കുക നീ അത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്ത് പറയും? യാ ഐ ഹാവ് ഓൾറെഡി ഡൺ ദ വർക്ക്, ഞാൻ ഓൾറെഡി എൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉത്തരം തരണമെങ്കിൽ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത്. നൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഡിഡ് യു ഗെറ്റ് ഇറ്റ് നൗ? ഹോപ്പ് യു ഗോട്ട്. ദെൻ an action that is completed but is still important or relevant in the present. Okay, then next one. അപ്പോൾ ഇത് ഒരു സംഗതിയാണ്. അടുത്തത് ഏത് സന്ദർഭത്തിലാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഏത് സന്ദർഭത്തിലാണ്? an action that is completed. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. we have tried everything. We have tried everything. Then 2, has she tried everything? Has she tried everything possible? ഓക്കെ, അതിൽ പറയുന്നത് എന്നതാ? an action that is completed but is still important or relevant in the present. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ അത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പിന്നെയോ that is completed but is still important or relevant in the present. പക്ഷേ ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് പറയല അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് റെലവൻ്റ് ആണ്, അതപ്പോൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും. അപ്പം എന്തെന്നാ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കും, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഹാസ് ഷീ ട്രൈഡ് എവറിത്തിങ് പോസിബിൾ അല്ലെങ്കിൽ വി ഹാവ് ട്രൈഡ് എവറിത്തിങ്, ഞങ്ങളെല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതവിടെ പറയേണ്ട കാര്യമുണ്ട്. എന്തെന്നാ വി ഹാവ് ട്രൈഡ് എവറിത്തിങ്, എല്ലാ തരത്തിലും ഞങ്ങൾ ശ്രമിച്ചു എന്നിട്ടും കിട്ടിയില്ല എന്നാണ് അവിടെ കാരണം. പക്ഷേ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്, പക്ഷേ അതവിടെ പറയേണ്ട ഒരു സന്ദർഭം അല്ലേ. വി ഹാവ് ട്രൈഡ് എവറിത്തിങ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ, ആ ഒരു കാര്യം അപ്പോൾ അവിടെ റിലവൻ്റ് ആയിട്ട് വന്നു അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. ദെൻ വാട്ട് വി ഹാവ് ടു സേ, വി ഹാവ് ടു യൂസ് ദിസ് തിങ്, വി ഹാവ് ടു take this usage, has or have. Okay, what we have tried everything, have we used plus past participle form of the verb. Okay, then next, has she tried everything possible. Okay, appo choikkana nammal she when she comes, what we need to use has. Okay, not have. Okay, so she came, so what we used has she tried everything possible അല്ലേ. എല്ലാ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ ട്രൈ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹാസ് ഷീ ട്രൈഡ് എവറിത്തിങ് പോസിബിൾ. ഓക്കെ, ഹാസ് ഷീ ട്രൈഡ്, ഹാസ് പ്ലസ് വാട്ട്? past participle form of the verb. Here also past participle form of the verb, here also past participle form of the verb, plus here have and here has. She comes, when she comes we have to use has, when we comes we have to use have. Okay, kando ivide we vannappo have upayogichu, she vannappo has upayogichu. Has she tried everything possible? Okay, an action that has completed but relevant at that time. ആ ടൈമിൽ relevant or important ആണ്, ഓൾറെഡി ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, ദെൻ വാട്ട് നെക്സ്റ്റ്? ഇനി അടുത്ത കേസ് ഏതാന്ന് നോക്കാം. ഈ
സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിറ്റുവേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. സിറ്റുവേഷൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദീസ് ടോപ്പിക്സ്. ഓക്കെ, യു ഹാവ് ടു thoroughly, you have to watch this thoroughly. Okay, നല്ല thorough ആയിട്ട് നിങ്ങൾ ഇത് വാച്ച് ചെയ്യണം. Next word, an action that happened in the past without specifying when it exactly happened. അതായത് പറയാം, ആദ്യം എക്സാമ്പിൾ മിസ് എഴുതി തരാം. I have seen him. I have seen him. Then what? You have never done this before. You have never done this before. Then what? Have you ever done it before? Have you ever done it before? Okay, let me see. Okay, an action that happened in the past without specifying when it exactly happened. ഒരു ആക്ഷൻ അത് ഓൾറെഡി കഴിഞ്ഞതാണ്, പക്ഷേ അത് കറക്റ്റായിട്ട് അത് എപ്പോഴാണ് നടന്നതെന്ന് പറയുന്നില്ല. ഓക്കെ, ഒരു ആക്ഷൻ ഓൾറെഡി കഴിഞ്ഞത്, ബട്ട് നോട്ട് എക്സ്പ്ലെയിനിങ് എക്സാക്ട്ലി വെൻ ഇറ്റ് ഹാപ്പൻഡ്. പക്ഷേ ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് എപ്പോഴാണ് അത് നടന്നതെന്നുള്ള കാര്യം പറയുന്നില്ല. വിത്തൗട്ട് സ്പെസിഫൈങ് വെൻ ഇറ്റ് എക്സാക്ട്ലി ഹാപ്പൻഡ്. വിത്തൗട്ട് സ്പെസിഫൈങ് വെൻ ഇറ്റ് എക്സാക്ട്ലി ഹാപ്പൻഡ്, അത് എപ്പോഴാണ് ശരിക്കും നടന്നെന്നുള്ളത് പറയുന്നില്ല. അതിന് എക്സാമ്പിളാണ് എന്തെന്നാ, ഐ ഹാവ് സീൻ ഹിം. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിം. പക്ഷെ എപ്പോഴാണെന്ന് പറയുന്നില്ല. എന്താ ചെയ്തേക്കുന്നത്? കണ്ടിട്ടുണ്ട്, കഴിഞ്ഞു, ആ ആക്ഷൻ കഴിഞ്ഞു. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ഓൾറെഡി കംപ്ലീറ്റഡ് വിത്തൗട്ട് സ്പെസിഫൈങ് ഇറ്റ് when it exactly happened. Without specifying when it exactly happened. എപ്പോഴാണ് അത് ശരിക്കും നടന്നതെന്ന് പറയാതെ ഒരു ആക്ഷനെ കുറിച്ചിട്ട് പറയേണ്ട ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. സോ ഐ ഹാവ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടുണ്ട് അല്ലേ. ദെൻ യു ഹാവ് നെവർ ഡൺ ദിസ് ബിഫോർ, നീ ഒരിക്കലും ഇത് മുന്നേ ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ ഐ ഹാവ് ഉണ്ട്, സിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലേ. സി എന്ന വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എന്തെന്ന്? സീൻ. ഓക്കെ, സോ ഐ ഹാവ് സീൻ ഹിം. Then here you have never done this before. Okay, do എന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം done. Then have വന്നു, you വന്നു, ഇവിടെ you വന്നു, have. Here I came, have. ഇവിടെ I വന്നപ്പോൾ have വന്നു, you വന്നപ്പോൾ have വന്നു. കണ്ടോ? You have never done this before. നീ ഇതൊരിക്കലും മുന്നേ ചെയ്തിട്ടില്ല. മുന്നേ എപ്പോഴെങ്കിലും അപ്പോൾ നമ്മൾ സമയം പറയുന്നില്ല. ഓക്കെ, എക്സാക്ട്ലി ഹാപ്പൻഡ് ആവുമെന്ന് പറയുന്നില്ല. യു ഹാവ് നെവർ ഡൺ ദിസ് ബിഫോർ, നീ ഇതൊരിക്കലും മുന്നേ ചെയ്തിട്ടില്ല. ദെൻ വാട്ട്? ഹാവ് യു എവർ ഡൺ ഇറ്റ് ബിഫോർ, നീ ഇത് മുന്നേ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ഡൺ ഇറ്റ് ബിഫോർ, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഹാവ് യു എവർ ഡൺ ഇറ്റ് ബിഫോർ. സോ ഇൻ ദോസ് സിറ്റുവേഷൻസ് വി നീഡ് ടു യൂസ് പ്രസന്റ് പെർഫെക്റ്റ്. Then what? To enquire whether a person has experienced something. Okay, so let me erase this. What? Have you ever climbed? Have you ever climbed a wall? Have you ever climbed a wall? Okay. അപ്പോൾ എന്താണ്? ടു എൻക്വയർ വെദർ എ പേഴ്സൺ ഹാസ് എക്സ്പീരിയൻസ് സംതിങ്. അതുപോലെ തന്നെ നമുക്ക് ഒരാളോട് ചോദിക്കണം എന്താണ്, ആ ആൾ അത് മുന്നേ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, അത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണമെങ്കിൽ എന്താ? വി യൂസ് ദ വേർഡ് എവർ ഇൻ സച്ച് സെന്റൻസ്. അപ്പോൾ നമ്മളെല്ലാം ഒരു കാര്യം ഓർത്ത് വെക്കുക, എവർ എന്നുള്ള വാക്ക് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. നമ്മൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒരു കാര്യം ചോദിക്കും, നിങ്ങളിത് മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ? അപ്പോൾ അങ്ങനെ ആ ഫുഡ് കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് നീ മുന്നേ കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നീ മുന്നേ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്താണ്? എവർ. ഓക്കെ, എവർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. ഹാവ് യു എവർ ക്ലൈംബ്ഡ് എ വാൾ? നീ എപ്പോഴെങ്കിലും മതിലേക്ക് കയറിയിട്ടുണ്ടോ, മതിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ടോ, അല്ലെ ചാടി കടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹാവ്, അപ്പോൾ ഹാവ് ചോദിക്കണം. പിന്നെയോ ക്ലൈംഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അല്ലേ. ഹാവ് ചോദിക്കുക, വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുക, പിന്നെയോ ഈ എവർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ എൻക്വയർ അബൌട്ട് സംതിങ് ദാറ്റ് ദ പേഴ്സൺ ഹാവ് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. അപ്പോൾ മുന്നേ ആൾ എന്തെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് ചോദിക്കാൻ പറ്റും. എന്തൊക്കെയാ? ഹാവ് എവർ ക്ലൈംബ്ഡ് അല്ലേ? ഹാവ് യു എവർ ക്ലൈംബ്ഡ് എ wall? Have you ever climbed a wall? അപ്പോൾ മെയിനായിട്ട് എന്ത് അറിഞ്ഞിരിക്കണം നിങ്ങൾ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഒരു വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കാണാതെ പഠിച്ചേ പറ്റൂ അല്ലേ? ട്രൈഡ് ട്രൈഡ് ആണെന്ന് പഠിച്ചു, ഡൂവിൻ്റെ ഡൺ ആണെന്ന് പഠിച്ചു, സീയുടെ സീൻ ആണെന്ന് പഠിച്ചു, ക്ലൈംബിൻ്റെ ക്ലൈംബ്ഡ് ആണെന്ന് പഠിച്ചു. അപ്പോൾ അതുപോലെ ഒരു വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യു ഹാവ് ടു ബൈ ഹാർട്ട്. അത് നിങ്ങൾക്ക് മുന്നേ ഉള്ള ബുക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തെന്നാണ് മുന്നേയുള്ള ബുക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ഓൾസോ യു ഹാവ് ലേൺഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സെൽഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ past participle form of the verb. So first you have to by heart the past participle form of the verb. Then you need to understand the situation where we need to use these have and has. അപ്പോൾ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് let me explain that once again. First situation, completed actions with the words just, yet and already. നമ്മൾ just അല്ലെങ്കിൽ yet അല്ലെങ്കിൽ already ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വാക്കുകളിൽ മാത്രമല്ല ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻസ്, we have already done the work അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ യൂസ് ചെയ്യും. Then what? An action that is completed but is still important. ഓൾറെഡി ആ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്താണ്, പക്ഷേ ഇപ്പോഴും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പറയും ഞങ്ങളത് എല്ലാ തരത്തിലും ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിലും we need to use present perfect. Then what? Third, an action that happened in the past without specifying exactly when it happened. പക്ഷെ ഒരു ആക്ഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്, പക്ഷേ അത് എപ്പോഴാണ് കൃത്യമായി സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുക. Then what? To enquire whether a person has experienced something. ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്ന് ഒരാളോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ടു എൻക്വയർ, ഇഫ് യു വോണ്ട് ടു എൻക്വയർ സംതിങ് ഫ്രം സംബഡി, അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിറ്റുവേഷൻ അവിടെ വന്നു. ആ ഒരു സിറ്റുവേഷനിൽ വാട്ട് വി നീഡ് ടു യൂസ് ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, സോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്, ഹാവ് പ്ലസ് not plus past participle form of the verb, has plus past participle form of the verb, has plus not plus past participle form of the verb. So this is an important topic and this is an important video. You have to watch this video again and again. Only then you will be able to understand the special topic and this will be very useful for you to speak the English well. So I hope you people will watch this video continuously, and if you have any kind of doubts you are always welcome to approach me through WhatsApp. Inshallah I'll come with the activity portion and in the balance portion of the same lesson in the next video and in the next class. Till then you take care. Assalamu alaikum.